പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് അമല. ഞാൻ നോർത്ത് പറവൂര് സെൻറ് തോമസ് കോട്ടയ്ക്കാവ് പള്ളി ഇടവകയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ അമ്മ, അനിയൻ. ഞാൻ 7 വർഷമായിട്ട് കൃപാസനത്തിൽ വരാൻ തുടങ്ങിയിട്ട്. എൻ്റെ അമ്മ വഴിയാണ് ഞാൻ കൃപാസനത്തിൽ ആദ്യമായിട്ട് വരുന്നത്. ഞാൻ ഉടമ്പടി എടുത്തത് 2024 ഓഗസ്റ്റ് 18-ാം തീയതിയാണ്. ഞാൻ എൻ്റെ അനിയന് വേണ്ടിയിട്ടാണ് ഇവിടെ സാക്ഷ്യം പറയാൻ വന്നത്. എബ്രോഡ് പോയി പഠിക്കാനായിട്ട് ഒരുപാട് ആഗ്രഹിച്ചിട്ട് ഞങ്ങൾ ഈ ജനുവരിയിൽ എൻ്റെ ആദ്യത്തെ ഉടമ്പടിയിലെ നിയോഗമായിരുന്നു അവൻ്റെ നല്ലൊരു ഫ്യൂച്ചറിന് വേണ്ടിയിട്ട്. ഈ ജനുവരിയിൽ ഞങ്ങൾ മാൾട്ടയ്ക്ക് പോയി മാൾട്ട സ്റ്റുഡൻറ്റ് വിസയ്ക്കുള്ള പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യുകയും VFS അപ്പോയിൻമെൻറ്റ് വരെ കുറേ പൈസയ്ക്കും അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നിട്ടും എല്ലാ കാര്യങ്ങളും അതാത് സമയത്ത് തന്നെ നടക്കാനും പറ്റി. VFS അപ്പോയിൻമെൻറ്റ് കഴിഞ്ഞിട്ട് എംബസി ഇൻ്റർവ്യൂ ഉണ്ടായാൽ മാത്രമേ വിസ സ്റ്റാമ്പ് ചെയ്യുള്ളൂ എന്ന് ഏജൻസി പറഞ്ഞു. എംബസി ഇൻ്റർവ്യൂ പാസ്സായില്ലെങ്കിൽ വിസ റിജക്ഷൻ വരും. ഞങ്ങൾ VFS അപ്പോയിൻമെൻറ്റ് വരെ ഞങ്ങൾ ഒരു 2 ലക്ഷം രൂപയോളം മുടക്കിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും പേടിയായി. അത്രയും പൈസ മുടക്കിയിട്ട് സാധിച്ചില്ലെങ്കിൽ അവന് വിഷമാവും, പിന്നെ ഞങ്ങളുടെ പൈസയും പോകുമല്ലോ എന്നോർത്ത് ഞങ്ങൾക്ക് ഭയങ്കര നല്ലോണം പ്രാർത്ഥിച്ചു മാതാവിനോട്. പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് 45 ദിവസമാണ് മാൾട്ട വിസ പ്രോസസ്സിങ് ടൈം വന്നത്. 45 ദിവസം കഴിഞ്ഞിട്ട് അവൻ്റെ കൂടെയുള്ള കുട്ടിക്ക് ഇൻ്റർവ്യൂ കോൾ വന്നു. പക്ഷേ ഇവൻ അപ്പോഴും വന്നില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു റിജക്ഷൻ ആയിരിക്കും. അങ്ങനെ പിറ്റേ ദിവസം അവന് മെയിൽ വന്നു, പാസ്പോർട്ട് ഡിസ്പാച്ച് ആയി എന്നും പറഞ്ഞുകൊണ്ട് മെയിൽ വന്നു. പിറ്റേ ദിവസം പോയപ്പോൾ ബ്ലൂ ഡാർട്ടിൽ നിന്ന് വിളിച്ച് ഞങ്ങൾ പാസ്പോർട്ട് കളക്ട് ചെയ്യാൻ പോയി. അവന് വിസ അടിച്ച് കിട്ടി. ഇൻ്റർവ്യൂ ഒന്നും കൂടാണ്ട് വിസ അടിച്ച് കിട്ടി. ഇവന് പാസ്പോർട്ട് ഡിസ്പാച്ച് ആയി എന്ന് പറഞ്ഞ 1 വീക്ക് മുന്നേ എനിക്ക് സ്വപ്നത്തിൽ മാതാവിനെ കാണാൻ സാധിച്ചു. എൻ്റെ അമ്മയും അങ്ങനെ അമ്മ മാതാവിൻ്റെ സുഗന്ധാഭിഷേകം കിട്ടിയെന്ന് എൻ്റെ അടുത്ത് പറയാറുണ്ട്. അതേപോലെ തന്നെ സാക്ഷ്യങ്ങളിലൊക്കെ ഞാൻ കേൾക്കാറുണ്ട്, സുഗന്ധാഭിഷേകം കിട്ടി, സ്വപ്നത്തിൽ മാതാവിനെ കാണാൻ പറ്റിയെന്നൊക്കെ. അപ്പം ഞാനും പ്രാർത്ഥിക്കായിരുന്നു എനിക്കും അങ്ങനെ മാതാവിനെ കാണാനൊരു അനുഗ്രഹം ഉണ്ടാവണമെന്ന്. അങ്ങനെ ഒരാഴ്ച മുന്നേ അവൻ്റെ പാസ്പോർട്ട് ഡിസ്പാച്ച് ആയിരുന്ന ഒരാഴ്ച മുന്നേ എനിക്ക് സ്വപ്നത്തിൽ മാതാവിനെ കാണാൻ സാധിച്ചു. പിന്നെ ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് ഞങ്ങളുടെ കുടുംബത്തിന് തന്നിട്ടുണ്ട്. ഞാനൊരു നേഴ്സാണ്. എനിക്ക് എൻ്റെ എല്ലാ വർഷത്തെ നഴ്സിംഗ് എക്സാമിന് ഞാൻ മാതാവിൻ്റെ കാശ് രൂപം കൊണ്ടാണ് എക്സാം എഴുതാൻ പോയത്. ഒരുപാട് എക്സാമിന് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്. 3rd ഇയറിലെ എക്സാമിനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. പക്ഷേ എല്ലാ സബ്ജക്റ്റിനും സപ്ലി ഒന്നും കൂടാണ്ട് 3 വർഷം പാസ്സാവാൻ പറ്റി. ഇത്രയും അനുഗ്രഹങ്ങൾ നൽകിയ മാതാവിന് തിരുക്കുമാരനും 1000 നന്ദി. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് നമ്മുടെ നാട്ടിലുള്ള ഒരു ഫാമിലീനെ ഞങ്ങൾ എല്ലാ മാസവും ഞങ്ങളാ കഴിയുന്ന തുക കൊടുത്ത് സഹായിക്കാറുണ്ട്. ഇവിടുന്ന് പത്രം വാങ്ങിച്ച് ഹോസ്പിറ്റലുകളിലും ഓട്ടോ സ്റ്റാൻഡിലും ഒക്കെ പത്രം കൊടുക്കാറുണ്ട്. എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എല്ലാ ദിവസവും അരമണിക്കൂർ കൂടുതലും ബൈബിൾ വായിക്കും. മുടങ്ങാണ്ട് പള്ളിയിൽ പോകാൻ പറ്റാറുണ്ട്. കുമ്പസാരിക്കാറുണ്ട് കറക്റ്റായിട്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിന് തിരുക്കുമാരനും 1000 നന്ദി.